ഇനിയൊരു ജന്മം കൂടി. നോവൽ തുടർച്ച. അധ്യായം 3. പത്മാവതി ഡൈനിങ് റൂമിൻ്റെ വാതിക്കൽ നിന്ന് എത്തി നോക്കി. ഫോൺ എടുക്കുമോളെ, ആരെങ്കിലും അത്യാവശ്യക്കാർ വിളിക്കുന്നതാണെങ്കിലോ? രജനി മടിയോടെ ചെന്ന് റിസീവർ എടുത്തു. ഹലോ ഹലോ, തിരുവല്ല CI ഓഫീസിൽ നിന്ന് വിളിക്കുക. നെടുമ്പുരയ്ക്കൽ വീടല്ലേ? അതെ, 1 മിനിറ്റ്. ആർക്കോ ഫോൺ കൈമാറുന്ന ശബ്ദം. ഹലോ, ഞാൻ തിരുവല്ല CI സേവിയർ ജേക്കബാണ്. എനിക്ക് രാഹുൽ മാധവൻ്റെ വീട്ടുകാരുമായി സംസാരിക്കണമല്ലോ. ഞാൻ രാഹുലിൻ്റെ സിസ്റ്ററാണ് സാർ. അവിടെ പുരുഷന്മാരാരുമില്ലേ? രാഹുലിന് ഒരു സഹോദരനുണ്ടല്ലോ, മിസ്റ്റർ മുരളീകൃഷ്ണൻ. രജനി ഒന്നാലോചിച്ചിട്ടു. മുരളിയേട്ടൻ പുറത്തു പോയേക്കുവാണല്ലോ സാറേ. ഞാൻ അയാളുടെ മൊബൈലിൽ വിളിച്ചിരുന്നു, ലൈൻ കണക്റ്റ് ആയില്ല. ഫോൺ ഓഫാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും എന്നോട് പറയാം സാർ. രാഹുലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനാണ്. ഉത്തരവാദിത്തപ്പെട്ട ബന്ധുക്കൾ ആരെങ്കിലും നാളെ രാവിലെ 10 മണിയാകുമ്പോൾ എൻ്റെ ഓഫീസിലൊന്ന് വരണം. റിസീവർ പിടിച്ചിരുന്ന കൈത്തലത്തിലൂടെ ഒരു വിറയൽ കടന്നുപോയി എന്ന് രജനിക്ക് തോന്നി. ഞാൻ മുരളിയേട്ടനോട് പറയാം സാർ. അയാളെ മാത്രമല്ല, അടുത്ത ബന്ധുക്കളെ കൂടി വിവരം അറിയിക്കുക. രാഹുലിൻ്റെ ഭാര്യ വീട്ടുകാരോട് കൂടി കാര്യം പറഞ്ഞേക്കുക. പറയാം സാർ. അപ്പോൾ ശരി, നാളെ രാവിലെ 10 മണി. CI കോൾ കട്ട് ചെയ്തു. രജനി ഒരു നിമിഷം നിശ്ചലം നിന്നു. പിന്നെ പതിയെ റിസീവർ വെച്ചു. ആരാ മോളെ വിളിച്ചത്? അവിടേക്ക് വന്ന പത്മാവതി ആകാംക്ഷയോടെ തിരക്കി. രജനി CI വിളിച്ച കാര്യം അവരെ അറിയിച്ചു. മോള് വൈശാഖനോട് വിളിച്ച് വിവരം പറ, അവനറിയേണ്ടവരെ അറിയിച്ചോളൂ. അതാണ് നല്ലതെന്ന് രജനിക്ക് തോന്നി. രാഹുലിൻ്റെ അഭാവത്തിൽ എല്ലാം നോക്കിയും കണ്ടു ചെയ്ത് ഓടി നടക്കുന്നത് മാനേജറും ബന്ധുവുമായ വൈശാഖനാണ്. അവൾ തൻ്റെ മൊബൈൽ എടുക്കാനായി പോയി. ശാരദാസ് വസ്ത്രവിഹാറിൽ വൈശാഖന് പിടിപ്പത് പണിയുണ്ടായിരുന്നു. രാഹുലിൻ്റെ അസാന്നിധ്യം വ്യാപാര സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിനെ കാര്യമായി ബാധിച്ചിരുന്നു. അയാൾ കടയടച്ച് വീട്ടിലെത്തുമ്പോൾ 10 മണി കഴിഞ്ഞിരുന്നു. കുളി കഴിഞ്ഞ് ഡൈനിങ് ടേബിളിലെത്തുമ്പോൾ ആശ ചപ്പാത്തിയും കറിയും വിളമ്പി. നീ കഴിക്കുന്നില്ലേ? വൈശാഖ് ഭാര്യയോട് തിരക്കി. വേണ്ട, ഇന്ന് ഒരിക്കലാ, ഉച്ചയ്ക്ക് കഴിച്ചു. ആശ പറഞ്ഞപ്പോൾ വൈശാഖ് അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. വ്രതവും നോയമ്പും എടുത്ത് ശരീരം കിടാക്കണ്ട. നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുണ്ടാവും. ഒരുപാട് പ്രായമൊന്നും കടന്നു പോയിട്ടില്ലല്ലോ. ആശ മറുപടി പറയാതെ ഗ്ലാസ് എടുത്തു വെച്ച് വെള്ളമൊഴിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് വർഷം 7 ആ ദമ്പതികൾക്ക് സന്താനഭാഗ്യമുണ്ടായിട്ടില്ല. ജോലി തിരക്കിൽ വൈശാഖ് കുട്ടികളില്ലാത്തതിൻ്റെ കുറവ് അറിഞ്ഞില്ല. ആശ പക്ഷേ സർവ്വ അടവുകളും പയറ്റി നോക്കുന്നുണ്ട്. ഒരു കുഞ്ഞിക്കാലിനായി വ്രതവും ദേവീപൂജയും വഴിപാടുകളും നാട്ടുവൈദ്യമൊക്കെ അവളുടെ പരിശ്രമങ്ങളിൽ ചിലതും മാത്രം. 2 ചപ്പാത്തി കഴിച്ച് വൈശാഖ് എഴുന്നേറ്റു. ഇന്നുമുണ്ടോ രാത്രിയിൽ കള്ളുസഭ? പ്ലേറ്റ് എടുക്കുമ്പോൾ ആശ പരിഹസിച്ചു ചോദിച്ചു. ചില ദിവസങ്ങളിൽ വൈശാഖ് അച്ഛൻ ഗോവിന്ദൻകുറുപ്പിനോട് ചേർന്ന് 2 എണ്ണം വീശാറുണ്ട്. അത്താഴം കുറച്ച് കഴിക്കുന്നത് അതിൻ്റെ സൂചനയാണ്. നീ പോയി കിടക്കാൻ നോക്ക്. കൈ കഴുകി തുടച്ചു വന്നിട്ട് അയാൾ അവഗണിക്കും പോലെ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ കിടക്കാൻ തന്നെയാണ് പോകുന്നത്. തോന്നിയാസത്തിന് കാവൽ നിൽക്കേണ്ട കാര്യം എനിക്കെന്താ? ആശ അടുക്കളയുടെ നേർക്ക് പോയി. വൈശാഖ് ഷെൽഫിൽ നിന്നും ഒരു വിസ്കി കുപ്പിയും എടുത്ത് അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നു. അടുക്കള ഒതുക്കി അടയ്ക്കും മുമ്പ് ഒരു പ്ലേറ്റിൽ കാഷ്യൂ നട്ട്സ് കുടഞ്ഞിട്ട് അതുമായി ആശ ഗോവിന്ദക്കുറുപ്പിൻ്റെ മുറിയിലേക്ക് ചെന്നു. വാതിലടച്ച് കുറ്റിയിട്ടിരിക്കുകയാണ്. അച്ഛനും മകനും ചേർന്നുള്ള മദ്യപാനത്തോട് ആശയ്ക്ക് കഠിനമായ വിയോജിപ്പുള്ളതാണ്. 1-2 പെഗ് കഴിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അത് അച്ഛൻ്റെ കൂടെ തന്നെ വേണോ? ബന്ധങ്ങൾക്കിടയിലെ സ്ഥാനവും മര്യാദയും മറന്നുള്ള ഒരിടപാടും അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവൾ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോഴൊക്കെ വൈശാഖ് അവഗണിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ആശ ആ ഭാഗത്തേക്ക് നോക്കാറേ ഇല്ലെന്നായി. 2 എണ്ണം ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ടച്ചിങ്സിനായി വൈശാഖ് വിളിച്ച് ശല്യപ്പെടുത്താറുണ്ട്. അതൊഴിവാക്കാനാണ് ചോദിക്കാതെ തന്നെ നട്സുമായി ആശ ചെന്നത്. ആശ കതകിൽ തട്ടി വിളിച്ചപ്പോൾ വൈശാഖ് വന്ന് വാതിൽ തുറന്നു. മുറിക്കുള്ളിൽ നിന്നും വീടിപ്പുക പുറത്തേക്ക് തള്ളിയിറങ്ങി വന്നു. ആശ മൂക്ക് പൊത്തിയിട്ട് നട്സ് പ്ലേറ്റ് വൈശാഖിന് നേർക്ക് നീട്ടി. അയാൾ അല്പം ജാളിതയോടെയാണ് അത് വാങ്ങിയത്. മൂക്ക് പൊത്തിയപടി ആശ തിരിഞ്ഞു നടന്നു. ഓ, എൻ്റെ ഒരു തലവിധി. പോകുന്ന വഴിക്കുള്ള പിറുവിറുപ്പ് അയാളുടെ കാതിൽ വീഴാൻ തക്കവിധം ഉച്ചത്തിലായിരുന്നു. വൈശാഖ് വാതിലടച്ച് ലോക്ക് ചെയ്തിട്ട് ഗോവിന്ദക്കുറുപ്പിനടുത്തേക്ക് ചെന്നു. അയാൾ 2ാമത്തെ പെഗ്ഗും വിഴുങ്ങിയിട്ട്
ബീഡി പുകച്ച് കട്ടിലിലിരിക്കുകയാണ്. നട്സ് മേശപ്പുറത്തേക്ക് വെച്ചിട്ട് വൈശാഖ് കസേരയിലേക്ക് ഇരുന്നു. മേശപ്പുറത്തിരുന്ന് തൻ്റെ ഗ്ലാസ് എടുത്ത് അയാളൊന്ന് മൊത്തി. കാഷ്യൂ നട്സ് ഒരു പിടി വാരി വായിലേക്കിട്ടു. ബീഡി തീർന്നപ്പോൾ ഗോവിന്ദക്കുറുപ്പ് അടുത്തതെടുത്ത് തീ കൊളുത്തി. അച്ഛനെന്താ ഭയങ്കര ടെൻഷൻ? ഗോവിന്ദക്കുറുപ്പ് ഗൗരവത്തിൽ മകനെ നോക്കി. പിന്നെ ടെൻഷൻ ഇല്ലാണ്ടിരിക്കുമോ? നാളത്തെ ദിവസം കൂടി കഴിഞ്ഞാലേ എനിക്ക് സമാധാനം കിട്ടൂ. പേടിക്കാനൊന്നുമില്ല അച്ഛാ. ഒരു കുഞ്ഞിന് പോലും ഇതുവരെ സംശയമൊന്നുമില്ല. വൈശാഖ് ആത്മവിശ്വാസത്തിലായിരുന്നു. അങ്ങനെ അങ്ങ് ഉറപ്പിക്കുകയൊന്നും വേണ്ട. പോലീസ് ബുദ്ധിയെ കുറച്ച് കാണുന്നത് അബദ്ധമാണ്. തെളിവിൻ്റെ ഒരു പുൽക്കൊഴിയെങ്കിലും ബാക്കിയുണ്ടായാൽ അവരതിൽ പിടിച്ചു കയറും. വൈശാഖിന് ആശങ്കയായി. അയാൾ ഗ്ലാസ്സിലുള്ളത് മുഴുവൻ വലിച്ചു. എന്നിട്ട് അച്ഛനെ സൂക്ഷിച്ചു നോക്കി. ആരൊക്കെയാണ് നാളെ CI കാണാൻ പോകുന്നത്? ഇവിടുന്ന് ഞാനും മുരളിയേട്ടനും. മുണ്ടക്കയക്കാരെ വിവരമറിയിച്ചിട്ടുണ്ട്. ചന്ദ്രശേഖരനൊന്ന് സൂക്ഷിക്കേണ്ടതാ. സൂക്ഷ്മബുദ്ധിയാ. കച്ചവടക്കാരൻ്റെ തന്ത്രങ്ങളെല്ലാം അറിഞ്ഞു നിൽപ്പാ. പ്രശ്നമാകുമോ? വൃദ്ധൻ്റെ കണ്ണുകൾ ചെറുതായി വന്നു. നിലവിൽ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. പക്ഷേ സൂക്ഷിച്ചു വേണം നമ്മുടെ ഓരോ ചുവടുകളും. ആർക്കും നീ സംശയത്തിനൊരിടകൊടുക്കരുത്. നാളെ അവരോടൊപ്പം നീയുമുണ്ടല്ലോ. അവൻ്റെ മരണം ആത്മഹത്യയാണെന്നതിൽ യാതൊരുവിധ സംശയങ്ങളും ഇല്ലാത്ത മട്ടിൽ വേണം പെരുമാറാൻ. ഗോവിന്ദക്കുറുപ്പ് മകനെ ഉപദേശിച്ചു. അധ്യായം 4. മദ്യക്കുപ്പിയും എടുത്ത് ഗോവിന്ദൻകുറുപ്പിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന വൈശാഖ് അത് ഷെൽഫിൽ കൊണ്ടുപോയി വെച്ച് പൂട്ടി. ബെഡ്റൂമിലെത്തിയപ്പോൾ ആശ ഉറങ്ങാതെ കിടപ്പുണ്ട്. ഷർട്ടഴിച്ച് അഴയിലേക്കിട്ട് അയാൾ ചെന്ന് കിടന്നു. എന്തായിരുന്നു അച്ഛനും മകനും കൂടി വലിയ ഗൂഢാലോചന? ആശ ചോദിച്ചപ്പോൾ വൈശാഖ് ഞെട്ടലോടെ അവളെ നോക്കി. ഗൂഢാലോചനയോ? നീ എന്താ അങ്ങനെ ചോദിച്ചത്? വാതിലടച്ചിട്ട് അടക്കിപ്പിടിച്ചുള്ള സംസാരവും കള്ളുകൂടിയും എന്തോ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയത്. ഓ ഉണ്ട്. എനിക്ക് വേറൊരു കല്യാണം നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. അച്ഛനും സമ്മതം. മക്കളുണ്ടാവാത്തത് എൻ്റെ കുറ്റമാണെന്നാണല്ലോ അച്ഛൻ്റെ വിചാരം. അച്ഛൻ സമ്മതിച്ചാലും കുറച്ച് കഴിയുമ്പോൾ കള്ളി പൊളിയുമെന്ന് മകൻ മറക്കണ്ട. മക്കളുണ്ടാവണ്ടേ? ആശ മുനവച്ചാണ് പറഞ്ഞത്. കുഴപ്പം വൈശാഖിനാണെങ്കിലും ആശ അത് മറച്ച് ഭർത്താവിൻ്റെ അഭിമാനം സംരക്ഷിച്ചു പിടിച്ചിട്ടുണ്ട്. ഗോവിന്ദക്കുറുപ്പ് മരുമകളെ ഇടയ്ക്കിടെ മക്കളില്ലാത്തതിൻ്റെ പേരിൽ പരിഹസിക്കും. ആശയ്ക്കതിൽ പരാതിയില്ല. പക്ഷെ വൈശാഖിനോട് ഇങ്ങനെ ചില മുള്ളുവെച്ച വാക്കുകൾ പറയുമെന്ന് മാത്രം. നീ വെറുതെ ഓരോന്ന് പറയണ്ട. നാളെ CI ഓഫീസ് വരെ പോകണം. രാഹുലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ സംസാരിക്കാൻ ബന്ധുക്കൾ ചെല്ലണമെന്ന് CI വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അച്ഛനതിലെന്താ കാര്യം? അച്ഛനൊന്നുമില്ല. കാര്യങ്ങളൊക്കെ വിശദമായി ചോദിച്ചറിയണമെന്ന് പറയുമായിരുന്നു. പോയവർ പോയില്ലേ. നല്ലൊരു ജീവിതം കെട്ടിത്തൂക്കിയിട്ട് ഇനി എന്ത് ചോദിച്ചറിയാനാ? നാളെ ചെല്ലുമ്പോൾ അറിയാം. നീ ഉറങ്ങാൻ നോക്ക്. എനിക്ക് നല്ല ക്ഷീണം. വൈശാഖ് മറുവശത്തേക്ക് തിരിഞ്ഞു കിടന്നു. ആശ കൈനീട്ടി ബെഡ്റൂമിനുള്ളിലെ വെളിച്ചമണച്ചു. ഒരു കോൺസ്റ്റബിൾ 2 പ്ലാസ്റ്റിക് കസേര കൂടി കൊണ്ടുവന്നിട്ടതോടെ CI ഓഫീസ് റൂമിനുള്ളിൽ എല്ലാവർക്കും ഇരിക്കുവാനുള്ള സൗകര്യമായി. ഇരുന്നോളൂ. അതുവരെ നിൽക്കുകയായിരുന്ന വൈശാഖിനോടും വിനോദിനോടുമായി CI സേവിയർ ജേക്കബ് പറഞ്ഞു. ചന്ദ്രശേഖരനും മുരളീകൃഷ്ണനും ആദ്യമുണ്ടായിരുന്ന കസേരകളിൽ ഇരുന്നു കഴിഞ്ഞിരുന്നു. വിനോദ് അച്ഛനരികിലായിരുന്നു. അതിനപ്പുറത്ത് വൈശാഖനും സ്ഥാനം പിടിച്ചു. CI എല്ലാവരെയും ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല. രാഹുൽ മാധവൻ്റെ മരണത്തെക്കുറിച്ച് ഞങ്ങൾക്കുണ്ടായിരുന്ന നിഗമനങ്ങളെ ശരിവെക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇന്നലെ കിട്ടിയത്. ഇറ്റ്സ് എ ക്ലിയർ കേസ് ഓഫ് സൂയിസൈഡ്. വൈശാഖൻ്റെ നെഞ്ചിലൊരു തണുപ്പ് വീണു. അയാൾ ആശ്വാസഭാവത്തിൽ മറ്റുള്ളവരെ പാളി നോക്കി. ചന്ദ്രശേഖരനും വിനോദകൃഷ്ണനും തലതാഴ്ത്തിയിരിക്കുകയാണ്. രാഹുൽ ആത്മഹത്യ ചെയ്തതാണ് എന്ന് പോലീസ് ഉറപ്പിച്ചതിൻ്റെ കാരണങ്ങൾ CI വിശദീകരിച്ചു. മരണസമയത്ത് ബെഡ്റൂമിനുള്ളിൽ മറ്റാരുടെയും സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആദ്യം മൃതദേഹം കണ്ടതും വൈശാഖും ശാരദാമണിയുമായിരുന്നു. ശാരദാസ് വസ്ത്രവിഹാർ എന്ന രാഹുലിൻ്റെ സ്ഥാപനത്തിലെ മാനേജറും ബന്ധുവുമായ വൈശാഖ് മുൻകൂട്ടി തീരുമാനിച്ചിരുന്ന ഒരു തിരുവനന്തപുരം യാത്രയ്ക്കായി രാഹുലിനെ പിക്ക് ചെയ്യാൻ വെളുപ്പിന് 3 മണിയപ്പോൾ തറവാട്ടിലെത്തിയതായിരുന്നു. പലതവണ രാഹുലിൻ്റെ മൊബൈലിലേക്ക് വിളിച്ചിരുന്നുവെങ്കിലും അത് സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. വീടിൻ്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അകത്തു കയറിയ വൈശാഖ് രാഹുലിൻ്റെ മുറി വാതിലിൽ മുട്ടി വിളിച്ചെങ്കിലും മറുപടി ഉണ്ടായിരുന്നില്ല. സംശയം തോന്നിയ വൈശാഖ് ശാരദാമണിയെ വിളിച്ചുണർത്തി. അവരിരുവരും കൂടിയാണ്
പിൻവശത്തെ ജനാലയ്ക്കരികിൽ ചെന്ന് നോക്കിയത്. മുറിയിൽ പ്രകാശമുണ്ടായിരുന്നുവെങ്കിലും ജനാലവരികൾ കാഴ്ചയിൽ മറച്ചിരുന്നു. അറ്റകൈക്ക് ജനാലച്ചില്ലുകൾ തകർത്ത് വൈശാഖ് കട്ടം മാറ്റി നോക്കിയപ്പോൾ തൂങ്ങി നിൽക്കുന്ന നിലയിൽ രാഹുലിൻ്റെ മൃതദേഹം കണ്ടു. കട്ടിലിൻ്റെ ഇരുവശത്തുമായി മറിഞ്ഞു കിടക്കുന്ന പ്ലാസ്റ്റിക് ചെയറും കാണുകയുണ്ടായി. ദാരുണമായ കാഴ്ചയിൽ ശാരദാമണി ബോധരഹിതയായി വീണു. അവരെ താങ്ങിയെടുത്ത് വീടിനുള്ളിൽ കൊണ്ടുചെന്ന് കിടത്തിയ ശേഷം വൈശാഖ് പോലീസിനെ വിവരമറിയിച്ചു. ഭാര്യ വീട്ടിലായിരുന്ന മുരളിയെ മറ്റുള്ളവരും വിവരമറിയിച്ചതും വൈശാഖാണ്. പോലീസ് എത്തി തൂങ്ങി നിൽക്കുന്നത് മൃതദേഹമാണെന്ന് ഉറപ്പിച്ചു. കട്ടിലിനു മീതെ ഒരു പ്ലാസ്റ്റിക് ചെയർ എടുത്തിട്ട് ഫാനിൽ കുരുക്ക് തീർത്ത് രാഹുൽ അത് കഴുത്തിലണിഞ്ഞ് കസേര തട്ടി മറിക്കുന്നതിന് മുൻപായി ഇടതു കൈത്തണ്ടയിലെ ഞരമ്പ് ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ചിരുന്നു. താൻ തീർത്ത മരണക്കുരുക്കിന് എന്തെങ്കിലും പോരായ്മയുണ്ടായാൽ പോലും മരിക്കണമെന്ന് തീർച്ചപ്പെടുത്തിയിരുന്നതുകൊണ്ടാണ് അയാൾ ഞരമ്പ് മുറിച്ചത്. സേവ്യർ ജേക്കബ് പറഞ്ഞപ്പോൾ ചന്ദ്രശേഖരൻ നിഷേധാർത്ഥത്തിൽ തലയിളക്കി. അത്രത്തോളം ജീവിതം വെറുക്കാൻ തക്കമുള്ള ഒരു നിരാശയും അവനുണ്ടായിരുന്നില്ല സാറേ. എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? കുടുംബ പ്രശ്നങ്ങളോ സാമ്പത്തിക ബാധ്യതയോ അങ്ങനെ എന്തെങ്കിലും? അവനെപ്പോലെ പഠിപ്പും വിവരവും ബുദ്ധിശക്തിയുമുള്ള ഒരാൾക്ക് ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. ചന്ദ്രശേഖരൻ പറഞ്ഞപ്പോൾ വൈശാഖ് ഉൾഭീതിയോടെ അയാളെ നോക്കി. CI സേവ്യർ ജേക്കബ് മുൻപിലിരുന്ന ഫയൽ തുറന്ന് സുതാര്യമായ ഒരു പോളിത്തീൻ ബാഗ് എടുത്തു. ഈ കുറിപ്പ് രാഹുലിൻ്റെ മുറിയിലെ ടേബിൾ ലാമ്പിൻ്റെ അരികിൽ നിന്നും കിട്ടിയതാണ്. വായിച്ചു നോക്ക്. 4 പേരിലും ഒരമ്പരപ്പ് നിറഞ്ഞു. ചന്ദ്രശേഖരൻ വിറപൂണ്ട കൈനീട്ടി അത് വാങ്ങി നോക്കി. സുതാര്യമായ പ്ലാസ്റ്റിക് മറയ്ക്കപ്പുറത്ത് വെളുത്ത കടലാസിലെ നീല അക്ഷരങ്ങളിലൂടെ അയാളുടെ കണ്ണുകൾ ഇടറിപ്പാഞ്ഞു. 2 വരികൾ മാത്രം. എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല. ആരെയും വിഷമിപ്പിക്കരുത്. രാഹുൽ. ചന്ദ്രശേഖരൻ ബാഗ് മേശപ്പുറത്തേക്കിട്ടു. നെറ്റിയിലേക്ക് ഇടതുകരമൂന്നി അയാൾ തളർന്നിരുന്നു. മറ്റുള്ളവരും ആ കുറിപ്പ് കൈമാറി വായിച്ചു. ക്യാബിനുള്ളിൽ ഏതാനും നിമിഷത്തേക്ക് ഒരു നിശബ്ദത നിറഞ്ഞു. വൈശാഖ് കവർ CIക്ക് തിരിച്ചു നൽകി. അദ്ദേഹം അത് ഫയലിനുള്ളിലേക്ക് വെച്ചു. ചന്ദ്രശേഖരൻ ഹൃദയബുദ്ധിയോടെ CIയെ നോക്കി. അവനിത് എന്തിനു ചെയ്തു സാർ? ഈ കുറിപ്പിൽ നിന്നും മരണം രാഹുൽ സ്വയം തിരഞ്ഞെടുത്തതാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ നിവൃത്തിയില്ല. നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ഊഹമുണ്ടോ? ആരും മറുപടി പറഞ്ഞില്ല. CI ആലോചനയിൽ തലയാട്ടി. എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും, അല്ലാതെ ആരും ആത്മഹത്യ ചെയ്യില്ലല്ലോ. അയാൾ ഇതുവരെ കെട്ടി ഉയർത്തിയ ബിസിനസ്സിനെയോ ജീവിതത്തെയോ തകർത്തെറിയാനേക്കാവുന്ന ഒരു കാരണം ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലോ നമ്മളാരോ അറിയാതെ പോയി. ഇനി ആർക്കും ഒന്നും പറയാനോ ചോദിക്കാനോ ഇല്ലാതെയായി. രാഹുലിനെയും നെടുമ്പുരക്കൽ ഫാമിലിയെയും കുറേ കാലമായി അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിമിഷം കൂടി കാത്തിട്ട് CI സേവ്യർ ജേക്കബ് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. തിരിച്ചു പോകുമ്പോൾ ചന്ദ്രശേഖരൻ്റെ മനസ്സ് നിരാശയിൽ മുങ്ങിയിരുന്നു. നിഗൂഢമായ കാരണങ്ങളാൽ ഒരു യുവാവ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ആർക്കും ഒന്നും പറയാനില്ല. നഷ്ടപ്പെട്ടത് ഒരു പെൺകുട്ടിക്ക് മാത്രം. അവളുടെ ജീവിതം, അവളുടെ കുഞ്ഞിൻ്റെ ജീവിതം. മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ ചന്ദ്രശേഖരും വിനോദും തിരിച്ചെത്തിയപ്പോൾ മനുപ്രസാദ് ആകാംക്ഷയോടെ അവരെ സമീപിച്ചു. നീ ഇപ്പോൾ വന്നു മനു? ചന്ദ്രശേഖരൻ ഉപചാരം ചോദിച്ചു. കുറച്ചു നേരമായി. അമ്മാവൻ CI ഓഫീസിൽ പോയിരിക്കുകയായിരുന്നു എന്ന് ആൻറ്റി പറഞ്ഞു. ചന്ദ്രശേഖരൻ CI പറഞ്ഞ കാര്യങ്ങൾ അവനെ ധരിപ്പിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ മനുവിൻ്റെ മുഖത്ത് സംശയം നിറഞ്ഞു. നിങ്ങൾക്കാർക്കും അറിയാത്ത എന്ത് കാരണമാണ് രാഹുലിനെ ആത്മഹത്യയിലേക്ക് എത്തിച്ചത്? അതിൽ തന്നെ ഒരസ്വാഭാവികതയില്ലേ? പോലീസിന് കൈമലർത്തി കാണിക്കുകയല്ലേ എളുപ്പം? കേസ് ക്ലോസ് ചെയ്ത് തലയൂരാൻ അവർക്ക് തീർക്കാം. അവൻ എഴുതിയതെന്ന് പറഞ്ഞ ഒരു കുറിപ്പ് കൂടി കിട്ടിയിട്ടുണ്ട് അത്രേ. മറ്റെന്ത് വേണം? ആർക്കെങ്കിലും നിർബന്ധിച്ച് എഴുതിപ്പിച്ചതാണെങ്കിലോ? ഭീഷണിപ്പെടുത്തിയ മറ്റോ? ആര്? അങ്ങനെ ഒരു ശത്രുവിനെ കാട്ടിക്കൊടുക്കാൻ നമുക്കുണ്ടോ? അങ്ങനെ പറഞ്ഞു മാറി നിൽക്കല്ലേ അമ്മാവ. പോലീസ് താല്പര്യക്കുറവ് കാണിച്ച മറ്റ് ഏജൻസികളില്ലേ അന്വേഷിക്കാൻ? എന്തിന്? നമ്മൾ സ്ട്രോങ്ങായി നിൽക്കണം. പ്രഷർ കൊടുത്താൽ മാത്രമേ
വേണ്ട വിധം പ്രവർത്തിക്കുന്ന ഒരു നീതിന്യായ വ്യവസ്ഥയും ഭരണകൂടവുമാണ് നമ്മുടെ നാട്ടിലേത്. എനിക്കൊന്നിനും വയ്യ മനു. ചന്ദ്രശേഖരൻ തളർച്ചയോടെ കസേരയിലേക്കിരുന്നു. എത്ര ഓടാനും യുദ്ധം വെട്ടാനും ഞാൻ തയ്യാറാ, അവൻ്റെ ജീവൻ മടക്കി കിട്ടുമെങ്കിൽ. ഇതിപ്പോൾ എന്തിനാ, ആർക്ക് വേണ്ടിയാ? എൻ്റെ മോടെ ജീവിതം ഇരുട്ടിലായി, അതുമാത്രം സത്യം. നിരാശയുടെ പടുകുഴിയിൽ നിന്നെന്ന പോലെ ചന്ദ്രശേഖരൻ്റെ ഉള്ളിൽ നിന്നിറങ്ങി വന്ന വാക്കുകൾക്ക് മുന്നിൽ മനുപ്രസാദ് ഉത്തരമില്ലാതെ നിന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ മനുപ്രസാദും ഇന്ദുമതിയും കൂട്ടിക്കലേക്ക് തിരിച്ചു പോകാനൊരുങ്ങി. ഇന്ദുമതിയെ വിമല മാറ്റി നിർത്തി ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചു. എന്താവശ്യം വന്നാലും എന്നെയോ മനുവിനെയോ വിളിക്കാൻ മടിക്കല്ലേ ഏടത്തി. ഏടത്തിക്ക് ക്ഷീണം പിന്നെയും വല്ലായ്മയായി മാറിയതുകൊണ്ടാണ് ഞങ്ങൾ പോണത്. വിമല തലകുനിക്കി. വിദ്യമോൾക്ക് ഇടവിട്ടിടവിട്ട് പനിക്കുന്നുണ്ട്. മുലപ്പാലുണ്ടായി തുടങ്ങിയതിൻ്റെ അസ്വസ്ഥതയുമുണ്ട്. ഇടയ്ക്കിടെ നിർബന്ധിച്ച് പിഴിഞ്ഞു കളയിക്കണം. 3 നേരം നഴ്സിംഗ് റൂമിൽ കൊണ്ടുപോകണം. അവിടെ മെഷീനൊക്കെ ഉണ്ട്. വേദന മുറുകയും സഹിക്കാൻ വയ്യാതാകുമ്പോൾ ഞരങ്ങുകയും മൂളുകയും ചെയ്യുവല്ലാതെ അവളൊന്നും സംസാരിക്കുന്നില്ല. നമ്മൾ നിർബന്ധിച്ച് ചെയ്യിക്കണം. ഞാനീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏടത്തി ഓരോന്നും ആലോചിച്ച് വിഷമിച്ചും അവളുടെ കാര്യം മറന്നുപോരുതെന്ന് കരുതിയ. വിമല അതിന് സമ്മതമറിയിച്ച് തലയട്ടി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ദുമതി തനിച്ചാണ് വിദ്യയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. അവരത് ആത്മാർത്ഥതയോടെ ചെയ്തിരുന്നു. ഇന്ദുമതിയും മനുപ്രസാദും പോകാനിറങ്ങിയപ്പോൾ വിനോദും അവരോടൊപ്പം ചെന്നു. വൈകുന്നേരത്തോടെ അവന് ഹോം അപ്ലയൻസസിൽ ചെല്ലേണ്ടതുണ്ട്. 2 ദിവസത്തിന് ശേഷമാണ് വിദ്യയെ ഡിസ്ചാർജ് ചെയ്തത്. അതിനു മുമ്പായി ഡോക്ടർ എൽസ ജോർജിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം വിദ്യയ്ക്ക് സിസ്റ്റർ ജോസഫൈൻ എന്ന കൗൺസിലിംഗ് വിദഗ്ധയുടെ സേവനം ചന്ദ്രശേഖരൻ ഏർപ്പാടാക്കി. മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ എല്ലാ വെള്ളിയാഴ്ചകളും സിസ്റ്റർ ജോസഫൈൻ്റെ സേവനം ലഭ്യമാണ്. മാനസികാരോഗ്യം തകർന്ന രോഗികളുമായി സംസാരിക്കാനും അവരിലേക്ക് പ്രത്യാശാകരണങ്ങൾ പകരുവാനും പ്രത്യേകം വൈദഗ്ധ്യം സിദ്ധിച്ചവളാണ് സിസ്റ്റർ ജോസഫൈൻ. എല്ലാം നഷ്ടപ്പെട്ട വിദ്യയ്ക്ക് ഈ ജീവിത പ്രതിസന്ധിയിൽ സിസ്റ്റർ ജോസഫൈൻ്റെ സേവനം ഗുണപ്രദമാകുമെന്ന് ഡോക്ടർ എൽസ ജോസഫ് കണക്കുകൂട്ടി. വീൽ ചെയറിലിരുത്തിയാണ് വിദ്യയെ സിസ്റ്റർ ജോസഫൈൻ്റെ ക്യാബിനിൽ എത്തിച്ചത്. അവളെ സംബന്ധിച്ച വിവരങ്ങളെല്ലാം സിസ്റ്റർ സിറ്റിങ്ങിന് മുമ്പ് തന്നെ ശേഖരിച്ചിരുന്നു. വിദ്യാലക്ഷ്മിയല്ലേ? സിസ്റ്റർ വിദ്യയോട് സംസാരിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ പതിയെ തലയാട്ടി. ആ കൈ രണ്ടും ടേബിളിൽ വയ്ക്കി. വിദ്യ സാവധാനത്തിൽ അനുസരിച്ചു. സിസ്റ്റർ കൈനീട്ടി അവളുടെ വലതുകരത്തിൽ സ്പർശിച്ചു. ഒരു നിമിഷം കണ്ണടച്ചു പിടിച്ച് വിശ്വസിക്കുന്ന ദൈവത്തെ സ്മരിച്ച് പ്രാർത്ഥിച്ചോളൂ. സിസ്റ്റർ കണ്ണുകൾ അടച്ച് ഒരു ധ്യാനത്തിൽ അമർന്ന പോലെയിരുന്നു. 1 മിനിറ്റിന് ശേഷം സിസ്റ്റർ കണ്ണ് തുറക്കുമ്പോൾ വിദ്യ കണ്ണ് തുറന്നപടി ഇരിക്കുകയാണ്. സിസ്റ്റർ കരം പിൻവലിച്ചപ്പോൾ വിദ്യ തൻ്റെ കൈകൾ അതേപടി സൂക്ഷിച്ചു. നമ്മൾ തമ്മിൽ ആദ്യമായി കാണുകയല്ലേ? സിസ്റ്റർ ചോദിച്ചപ്പോൾ വിദ്യയിൽ നിന്നും പ്രതികരണമുണ്ടായില്ല. ഇതൊരു നിയോഗമാവാം. ജീവിതത്തിൽ ഓരോ കൂടിക്കാഴ്ചകളും ആശയവിനിമയങ്ങളുമൊക്കെ ഓരോന്നും നിയോഗങ്ങളാണെന്നാണ് എൻ്റെ വിശ്വാസം. അമ്മയിൽ നിന്നും ജനിക്കുന്നു, അച്ഛനെ തിരിച്ചറിയുന്നു, ബന്ധുജനങ്ങളെ കാണുന്നു, സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നു, ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നു. ഇതെല്ലാം ആ നിയോഗഫലമാണ്. നമ്മൾ കണ്ടുമുട്ടുന്ന, പരിചയപ്പെടുന്ന എല്ലാവരും എല്ലാ കാലത്തും കൂടെ ഉണ്ടാവണമെന്നില്ല. ചിലരൊക്കെ പിരിഞ്ഞു പോകും, പുതിയ ചിലരെ കണ്ടുമുട്ടും. അത്തരം കൂടിച്ചേരലുകളും വേർപാടുകളും ഒക്കെ ചേർന്നതാണ് മനുഷ്യജീവിതം. സിസ്റ്റർ ഒന്ന് നിർത്തി വിദ്യയെ നിരീക്ഷിച്ചു. തൻ്റെ വാക്കുകൾ അവൾ കേൾക്കുന്നില്ല എന്ന് സിസ്റ്ററിന് തോന്നി. വിദ്യ ഈശ്വരവിശ്വാസിയാണോ? സിസ്റ്റർ വീണ്ടും ചോദിച്ചു. ഉത്തരം കിട്ടില്ല. അതേന്ന് വിദ്യയുടെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ സംഭവിച്ചതെല്ലാം ആ ഈശ്വരനിൽ ഭാരമേൽപ്പിക്കുക. കണ്ടുമുട്ടിയവരും പിരിഞ്ഞു പോയവരും ആ ദൈവം തീർത്ത വഴിയിലൂടെയാണ് സഞ്ചരിച്ചത്. സിസ്റ്റർ ജോസഫൈൻ അവളോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. വിദ്യ തൻ്റെ കൈത്തലം മടിയിലേക്ക് നിവർത്തി വെച്ച് വെറുതെ നോക്കിയിരുന്നു. ഒടുവിൽ സിസ്റ്റർ അവളോട് ചോദിച്ചു, മോൾക്ക് എന്നോടെന്തെങ്കിലും പങ്കുവയ്ക്കണമെന്നുണ്ടോ? വിദ്യ പതിയെ തലയുയർത്തി സിസ്റ്ററെ നോക്കി. പിന്നെ നിഷേധാർത്ഥത്തിൽ തലയിളക്കി. അവളുടെ നോട്ടം വീണ്ടും കൈരേഖകളിലേക്കായി. വിദ്യയെ റൂമിലേക്ക് മടക്കി അയച്ച ശേഷം സിസ്റ്റർ ചന്ദ്രശേഖരനോടും വിമലയോടും സംസാരിച്ചു. കരുണയും സ്നേഹവും പരിഗണനയും എത്രത്തോളം നിങ്ങളുടെ കൈവശമുണ്ടോ അത് മുഴുവൻ മകൾക്ക് നൽകുക.
അവളുടെ ഹൃദയത്തിലേറ്റ മുറിവ് വലുതാണ്. ആശ്വാസവാക്കുകൾ കൊണ്ടും തലോടി മാറ്റാവുന്നതല്ല ആ മുറിവ്. അതുണക്കാൻ സമയമെടുക്കും. വിമലയും ചന്ദ്രശേഖരനും ആശങ്കയോടെ പരസ്പരം നോക്കി. നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. എന്തുമാത്രം ശ്രദ്ധയും കരുതലും അവൾക്ക് വേണമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം. പ്രതിസന്ധികളെ ഈശ്വരനിൽ അർപ്പിച്ച് ജീവിതത്തെ നേരിടാൻ അവളെ പ്രേരിപ്പിക്കുക. തൽക്കാലം ആ ഒരു വഴി മാത്രമേ ചൂണ്ടിക്കാട്ടാൻ നമുക്കുള്ളൂ. സിസ്റ്റർ തൻ്റെ വിസിറ്റിംഗ് കാർഡ് അവർക്ക് നൽകി. ഏതാവശ്യത്തിനും എന്നെ വിളിക്കാം, അറ്റ് എനി ടൈം, സിസ്റ്റർ ഓർമ്മിപ്പിച്ചു. അന്ന് ഉച്ചയോടെ വിദ്യാലക്ഷ്മി ഡിസ്ചാർജായി ആശുപത്രിയിൽ നിന്നും മുണ്ടക്കയത്തേക്ക് പോയി. ദിവസങ്ങൾ കൊഴിഞ്ഞടർന്ന് ആഴ്ചകൾക്ക് വഴിയൊരുക്കി. ജീവിതം പതിയെ അതിൻ്റെ താളക്രമത്തിലേക്ക് തിരിച്ചു വന്നു. ചന്ദ്രശേഖരനും വിനോദും പതിവ് സമയക്രമങ്ങൾക്കനുസൃതമായി മുണ്ടക്കയം ടൗണിലെ ഹോം അപ്ലയൻസസിലേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്തു തുടങ്ങി. വിമല മകൾക്ക് കൂട്ടായി വീട്ടിൽ തന്നെ കഴിഞ്ഞു പോന്നു. വിദ്യ സദാസമയവും മുകൾ നിലയിലെ തൻ്റെ മുറിക്കുള്ളിൽ ചടഞ്ഞുകൂടി. നിർബന്ധിച്ചാൽ മാത്രം ആഹാരം കഴിക്കും, കുളിക്കും, വസ്ത്രം മാറും. ചിരിയോ കരച്ചിലോ പരാതികളോ ഇല്ലാതെ തികഞ്ഞ വിരക്തിയോടെ അവൾ ജീവിച്ചു. ഒരു വൈകുന്നേരം ജനലഴികൾക്കരികെ സന്ധ്യാകാശത്തേക്ക് നോക്കി നിർനിമേഷയായി നിന്ന അവളെ വിമല നിർബന്ധപൂർവം പൂജാമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കത്തിച്ച നിലവിളക്കിന് മുൻപിൽ അവർ വിദ്യയെ ഇരുത്തി. കണ്ണടച്ച് മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുമോളെ. സങ്കടങ്ങൾക്കെല്ലാം മറുതി വരുത്താൻ ദേവി മാത്രമേ നമ്മളെ തുണയ്ക്കൂ. എതിർപ്പൊന്നുമില്ലാതെ വിദ്യ കൈകൂപ്പി കണ്ണുകൾ അടച്ചു. വിമല പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോഴും വിദ്യ അതേ ഇരിപ്പു തന്നെ. ഈശ്വര സന്നിധിയിൽ അവൾ അല്പമെങ്കിലും ഹൃദയസമാധാനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി വിമല ശബ്ദമുണ്ടാക്കാതെ പൂജാമുറിയിൽ നിന്നിറങ്ങിപ്പോയി. പുകയുന്ന ചന്ദനത്തിരികളുടെ ഗന്ധം രൂക്ഷമായി തോന്നി തുടങ്ങിയപ്പോൾ വിദ്യയുടെ നെറ്റിയിൽ അസ്വസ്ഥതയുടെ ചുളിവുകൾ തെളിഞ്ഞു. മിഴികൾ ഇമതല്ലി വിടർന്നത് വിളക്കിലെ വിറയ്ക്കുന്ന നാളത്തിന് നേർക്കാണ്. ഗന്ധവും വെളിച്ചവും ഹൃദയത്തെ വിറകൊള്ളിക്കുന്ന തപ്തവും നിഷിദ്ധവുമായ ഓർമ്മകളിലേക്ക് വലിച്ചു കൊണ്ടുപോയി. വിദ്യയുടെ ഞരമ്പുകളിലൂടെ ഒരു വിദ്യുത് പ്രവാഹം കടന്നു ചെന്നു. അസ്ഥികളെപ്പോലും വിറകൊള്ളിച്ചു. വേവലാതിയോടെ മിഴികൾ പൂജാമുറിയിലൂടെ ഉഴറിപ്പാഞ്ഞു. സർവാഭരണ വിഭൂഷിതയായ ദേവീദേവന്മാർ, സുവർണ നിറമുള്ള തട്ടുകൾ, താലങ്ങൾ, വിളക്കുകൾ. ഒടുവിൽ കാഴ്ച നിലവിളക്കിൻ്റെ നാളത്തിൽ വന്ന് ഒട്ടിനിന്നു. നെടുകെ പിളർന്ന നാളികേരത്തിനുള്ളിൽ തെളിഞ്ഞു കത്തുന്ന ഒരു തിരുനാളം അവളുടെ ചേതനയിലേക്ക് വിറച്ചുയർന്നു. പുകയുന്ന ചന്ദനത്തിരികൾക്ക് മുന്നിലായി ഒരാൾ വെള്ള പുതച്ചുറങ്ങുന്നു. വിളറിയ ചുണ്ടുകളിൽ പറയാൻ ബാക്കി നിൽക്കുന്ന സ്നേഹഭക്തികൾ. മുഖത്തോട് ചേർത്ത് കണ്ണീരോടെ കേണിട്ടും അവനൊന്നും പറയുന്നില്ല. ഇനിമേൽ അവനൊന്നും പറയുന്നില്ല. കരളിനെ പിളർത്തിയ മിന്നലുകളിൽ ഉറഞ്ഞ് വിദ്യ ഈശ്വരന്മാരെ നോക്കി. പൊരുത്തങ്ങൾ അത്യുത്തമമെന്ന് വിധി കൽപ്പിച്ചവരാണ്. പൂജകളും അർച്ചനകളും സ്വീകരിച്ചവരാണ്. നിറപറയും നിലവിളക്കുമൊരുക്കി അഗ്നിസാക്ഷിയായി താലി സ്വീകരിച്ചപ്പോൾ കാവൽ നിന്നവരാണ്. അവർ ഏൽപ്പിച്ചു തന്നവർ ഇന്നെവിടെ? വിദ്യയുടെ കണ്ണുകളിൽ കർപ്പൂരമൊരുകി. അവൾ കൈത്തലത്തിലേക്ക് മുഖമർപ്പിച്ച് ഹൃദയം പൊട്ടിത്തേങ്ങി. വിദ്യ മുഖമുയർത്തിയപ്പോൾ കണ്ണീർ ചാലുകളിൽ നിലവിളക്കിൻ്റെ നാളങ്ങൾ ജ്വലിച്ചു. അവളുടെ ഹൃദയത്തിൽ കരച്ചിൽ വലിഞ്ഞുപോയി. ഇനി ഞാനെന്താ പ്രാർത്ഥിക്കേണ്ടത്? എല്ലാം കൊണ്ടുപോയില്ലേ? പകയോടെ അവൾ നിലവിളക്കിന് മേൽ ആഞ്ഞൊരു തട്ടുകൊടുത്തു. വിളക്ക് മറിഞ്ഞ് തിരികൾ അണയുകയും എണ്ണ പരന്നൊഴുകുകയും ചെയ്തു. വിദ്യ കൈനീട്ടി മറിഞ്ഞു കിടന്ന് വിളക്കെടുത്തു. എന്നെ മാത്രം എന്തിനാ ബാക്കി വെച്ചത്? അവൾ ചീറുന്ന സ്വരത്തിൽ ചോദിച്ചുകൊണ്ട് വിളക്ക് ചുമരിനു നേർക്ക് വലിച്ചെറിഞ്ഞു. ദേവീരൂപത്തിൽ ചില്ല് നെടുകെ പിളർന്നു. അത് ചുമരിൽ നിന്നിളകി തറയിലേക്ക് വീണു. പൊട്ടിത്തുറന്ന കരച്ചിലോടെ വിദ്യ ശിരസ് ചുമരിലേക്ക് അടുപ്പിച്ചു. ചില്ലുടയുന്ന ശബ്ദം കേട്ട് ഓടി വന്ന വിമല പൂജാമുറിക്കകം കണ്ട് അന്താളിച്ചു പോയി. വിദ്യ ഒരിക്കൽ കൂടി തലഭിത്തിയിലേക്ക് ആഞ്ഞിടിപ്പിച്ചു. അധ്യായം 5. മിൽക്കി ഗ്ലോബുകളുടെ പതഞ്ഞൊഴുകുന്ന പാൽപ്രകാശം പോലും മൂടൽമഞ്ഞിനുള്ളിൽ വേണ്ടത്ര ശോഭയില്ലാതെ പതഞ്ഞു കിടന്നു. ചന്ദ്രശേഖരൻ സിറ്റൗട്ടിലൂടെ അസ്വസ്ഥനായി നടന്നു. പൂജാമുറിയിൽ വിദ്യയുടെ പൊട്ടിത്തെറിയും കരച്ചിലിൻ്റെ വാർത്ത വിമലയിൽ നിന്നറിഞ്ഞപ്പോൾ മുതൽ നെഞ്ചിലുയർന്ന കത്തലുകൾ ഇപ്പോഴും അണഞ്ഞിട്ടില്ല.
സിസ്റ്റർ ജോസഫൈൻ നൽകിയ വിസിറ്റിംഗ് കാർഡ് തപ്പിയെടുത്ത് വിമല അകത്തേക്ക് വന്നു. സിറ്റൗട്ടിലേക്ക് വന്നു. അവരത് ചന്ദ്രശേഖരന് നൽകി. വിദ്യ എന്തിയെ? തൻ്റെ മൊബൈലിൽ സിസ്റ്ററിൻ്റെ നമ്പർ ഡയൽ ചെയ്യുന്നതിനിടയിൽ ചന്ദ്രശേഖരൻ ചോദിച്ചു. മയക്കം തന്നെയാ. നെറ്റിയിലാകെ കരിനീലിച്ചു പോയി. വിമല വേദനയോടെ പറഞ്ഞു. വിമല തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ വിദ്യ പൂജാമുറിയുടെ ചുമരിൽ തലതല്ലി മരിക്കുമായിരുന്നു. അവളെ തിരികെ മുറിയിലെത്തിക്കാനും സമാധാനിപ്പിക്കുവാനും വിമലയ്ക്ക് അത്യുദ്ധാനം വേണ്ടി വന്നു. സിസ്റ്റർ ജോസഫൈൻ്റെ നമ്പറിലേക്ക് കോൾ വിട്ട് ചന്ദ്രശേഖരൻ കാതോർത്തു നിന്നു. ഹലോ. സിസ്റ്ററുടെ മൃദുസ്വരം കാതിലേക്ക് വീണപ്പോൾ തന്നെ ചന്ദ്രശേഖരന് ആശ്വാസം അനുഭവപ്പെട്ടു. ഹലോ സിസ്റ്റർ, ഞാൻ ചന്ദ്രശേഖരനാണ്. വിദ്യാലക്ഷ്മിയുടെ ഫാദറല്ലേ? ചന്ദ്രശേഖരന് ആശ്ചര്യമായി. ഏതാനും മാസങ്ങൾക്കിപ്പുറവും സിസ്റ്റർ തന്നെ തിരിച്ചറിഞ്ഞില്ല. താങ്ക് യു ഫോർ റിമെമ്പറിങ് സിസ്റ്റർ. അതുപോലെ അസമയത്ത് വിളിച്ചതിന് ഒരു ക്ഷമാപണമുണ്ട്. നന്ദിയുടെയോ ക്ഷമാപണത്തിൻ്റെയോ ആവശ്യമില്ല ചന്ദ്രശേഖരൻ. കണ്ടുമുട്ടിയ അന്നു മുതൽ ഈ ദിവസം വരെയുള്ള എൻ്റെ പ്രാർത്ഥനകളിൽ വിദ്യാലക്ഷ്മിയുടെ പേരുമുണ്ട്. അവളുടെ ഹൃദയസമാധാനം വീണ്ടെടുക്കാനുള്ള ദൗത്യത്തിൻ്റെ ഒരു ഭാഗം ദൈവം എന്നെ കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്. താങ്കൾക്ക് കാര്യം പറയാം. ചന്ദ്രശേഖരൻ്റെ മനസ്സിലേക്ക് ഒരു തണുപ്പും കുളിർമയും നിറഞ്ഞു. അയാൾ സംഭവിച്ച കാര്യങ്ങൾ സിസ്റ്റർ ജോസഫൈനോട് വിശദീകരിച്ചു. വിമലയുമായി സിസ്റ്റർ സംസാരിച്ചു. ഒടുവിൽ മൊബൈൽ ചന്ദ്രശേഖരൻ കയ്യിൽ തിരിച്ചെത്തിയപ്പോൾ സിസ്റ്ററിൻ്റെ സാന്ത്വന വാക്കുകൾ വന്നു. കേട്ടെടുത്തോളം ഇതൊരു നല്ല ലക്ഷണമാണ് ചന്ദ്രശേഖരൻ. അടച്ചു വെക്കുന്തോറും വീര്യം കൂടുന്ന വീഞ്ഞുപോലെയാണ് മനസ്സ്. ആത്മസംഘർഷങ്ങൾ അവയെ തുറന്നുവിടാൻ വിദ്യയ്ക്ക് കഴിഞ്ഞല്ലോ. വേദനകളെ അലിയിച്ചു കളയാൻ കണ്ണീരോളം പോന്നൊരു സിദ്ധൌഷധമില്ല. ഒരു തകർച്ചയെ മറികടക്കാൻ ആദ്യം വേണ്ടത് അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. രാഹുലിൻ്റെ വേർപാട് അവൾ അംഗീകരിച്ചു. ഇനി സർവൈവലിനുള്ള വഴികൾ മനസ്സ് താനെ തിരിച്ചു കണ്ടുപിടിച്ചോളും. കുറച്ച് സമയം കൂടി അവൾക്ക് അനുവദിച്ചു കൊടുക്കുക. വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ സിസ്റ്റർ? നമുക്ക് നോക്കാം. അവളുടെ കൂടെ നിൽക്കുക. അലിവും ശ്രദ്ധയും സാന്ത്വനവും കൊടുക്കുക. അതിനൊക്കെ ഇപ്പോൾ അവളുടെ ജീവനോളം വിലയുണ്ട്. സിസ്റ്റർ കോൾ മുറിച്ചപ്പോൾ ചന്ദ്രശേഖരൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അയാളിൽ നിന്നും വിവരങ്ങൾ അറിഞ്ഞതോടെ വിമലയ്ക്കും പാതി സമാധാനമായി. എല്ലാം നല്ലതിലേക്ക് ചെന്ന് ചേരുമെന്ന വിശ്വാസത്തോടെയാണ് വിമലയും ഉറങ്ങാൻ പോയത്. അന്നും വിദ്യയുടെ മുറിയിൽ തന്നെയാണ് വിമല കടന്നത്. രാവിലെ അമ്മേ എന്ന വിളിയൊച്ച കേട്ടാണ് അവർ ഉണർന്നത്. കണ്ണു തുറന്നപ്പോൾ മുന്നിൽ കാപ്പിക്കപ്പുമായി വിദ്യ നിൽക്കുന്നത് കണ്ട് അവർക്ക് ആശ്ചര്യമായി. അവൾ രാവിലെ തന്നെ കുളിച്ച് വേഷം മാറ്റിയിരിക്കുന്നു. വിമല കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. ഇന്നെല്ലാവർക്കും വെഡ് കോഫി എൻ്റെ വകയാട്ടെ എന്ന് വിചാരിച്ചു. പ്രസന്നതയോ ഉത്സാഹവുമില്ലാത്ത തണുത്ത സ്വരത്തിലാണ് വിദ്യ പറഞ്ഞതെങ്കിലും വിമലയ്ക്ക് ആശ്വാസം തോന്നി. എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് അവൾ സാധാരണ രീതിയിൽ സംസാരിക്കുന്നത്. വിമല നിറഞ്ഞ മനസ്സോടെ കാപ്പിക്കപ്പ് സ്വീകരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഞാനാ ഉണ്ടാക്കുന്നത്. കഴിക്കാറാവുമ്പോൾ ഡൈനിങ് റൂമിലേക്ക് വന്നാൽ മതി പറഞ്ഞിട്ട് വിദ്യ പിന്തിരിഞ്ഞു പോയി. വാക്കിലും ചലനത്തിലും തണുത്ത ശാന്തതയുണ്ടെങ്കിലും വിദ്യ പഴയ കൗമാരക്കാരിയെ ഓർമ്മിപ്പിച്ചു. കുക്കിങ്ങിനെന്ന് പറഞ്ഞ് അടുക്കളയിൽ കയറിയാൽ പിന്നെ ആരും അവിടേക്ക് ചെല്ലുന്നത് അവൾക്ക് ഇഷ്ടമല്ല. ശ്രദ്ധ പോകും, പാകം തെറ്റും എന്നൊക്കെയാണ് പറച്ചിൽ. വേദനകളുടെ ഇരുണ്ട തവഴിത്താരങ്ങൾ കടന്ന് മകളുടെ ജീവിതം വീണ്ടും സാധാരണ നിലയിലേക്ക് വരികയാണെന്ന് വിമല പ്രത്യാശിച്ചു. പ്രഭാത ഭക്ഷണത്തിനായി ഉപ്മാവും മുട്ട റോസ്റ്റും ഏത്തപ്പഴം ആവിയിൽ വേവിച്ചതും വിദ്യ തയ്യാറാക്കി. അവൾ തന്നെ അതെല്ലാം ഡൈനിങ് ടേബിളിലേക്ക് എത്തിക്കുകയും അച്ഛനും വിനോദിനും വിളമ്പിക്കൊടുക്കുകയും ചെയ്തു. ആരും നിർബന്ധിക്കാതെ തന്നെ അല്പമെടുത്ത് വിമലയോടൊപ്പം ഇരുന്ന് കഴിച്ചു. സമാധാനത്തോടെയാണ് ചന്ദ്രശേഖരൻ ഷോപ്പിലേക്ക് പോയത്. 11 മണി കഴിഞ്ഞപ്പോൾ വിദ്യ അമ്മയെ അന്വേഷിച്ചു വന്നു. വിമല അടുക്കളയിൽ തീയലിനുള്ള പാവയ്ക്ക അരിയുകയായിരുന്നു. അമ്മ എൻ്റെ മൊബൈൽ എടുത്തോ? വിമല നോക്കുമ്പോൾ വിദ്യ വാതിലിനരികിൽ നിൽപ്പുണ്ട്. മുഖത്ത് ആശങ്കയുടെ നിഴൽ. ഇല്ല. എന്താ മോളെ? അത് മുറിയിലെങ്ങും കാണുന്നില്ല അമ്മേ. ഒന്ന് വരുമോ? വിമല കത്തി താഴെ വെച്ച് കൈ സാരിത്തുമ്പിൽ തുടച്ചുകൊണ്ട് അവളോടൊപ്പം മുറിയിലേക്ക് ചെന്നു. മുറിയാകെ അലങ്കോലമായി കിടക്കുന്നത് കണ്ട് വിമല അന്താളിച്ചു. എല്ലായിടവും ഇളക്കി മറിച്ചിട്ടിരിക്കുകയാണ്. സ്ഥാനം തെറ്റാത്തതായി ഒരു വസ്തുവും ആ മുറിയിൽ അവശേഷിച്ചിരുന്നില്ല. പകപ്പോടെ വിമല മകളെ നോക്കി. ഇവിടെ കുത്തിയിട്ടിരുന്നത് അമ്മേ, ഇപ്പോൾ കാണുന്നില്ല. നീ അതിന് ഫോൺ ഉപയോഗിച്ചിട്ട് എത്ര മാസമായി മോളെ?
രാഹുലിൻ്റെ നടന്ന ശേഷം ഇതുവരെ വിദ്യ ഫോൺ കൈകൊണ്ട് തൊട്ടിട്ടില്ല. എന്നിട്ടാണ് അല്പനേരം മുമ്പ് ചാർജിൽ വെച്ചിരുന്നതാണെന്ന മട്ടിൽ സംസാരിക്കുന്നത്. വിമല ചെന്ന് ഭിത്തിയരികിലുള്ള ചെറിയ മേശയുടെ താഴത്തെ ഡ്രോ തുറന്ന് മൊബൈലെടുത്ത് വിദ്യയ്ക്ക് കൊടുത്തു. ഇതെവിടെയായിരുന്നു വെച്ചിരുന്നത്? ഞാൻ എന്തോരം നോക്കി. പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ്. ഇതിൻ്റെ ബാക്കിയായിട്ട് നാളെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം.